ഹലോ, സ്പാർക്ക്. അപ്പോൾ എല്ലാവർക്കും സ്വാഗതമുണ്ട് നമ്മുടെ മൈൻക്രാഫ്റ്റ് ഹാർഡ് കോർ സീരീസിൻ്റെ എപ്പിസോഡ് നമ്പർ 3 ഇന്ന് നമ്മൾ തമ്മിൽ കണ്ട പോലെ ഒരു വില്ലേജർ ബ്രീഡറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ സമയം കളയാതെ വീട്ടിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ നിൽക്കുന്നത് വില്ലേജേഴ്സിൻ്റെ മണ്ടയിലാണ്. ഇതിനകത്ത് നമ്മൾ രണ്ടുപേരെയും ഇവിടെ അടുത്തുണ്ടായിരുന്ന വില്ലേജിൽ നിന്ന് നമ്മൾ പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. തട്ടിക്കൊണ്ട് വന്നതൊന്നുമല്ല, ഉമ്മാർ തന്നെ വന്നതാണ്. ഓക്കെ. അപ്പോൾ റിസോഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ഗ്യാദർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കാണിച്ചു തരാം. അതെ, ഇവിടെ ഈ ചെസ്റ്റിലിരിപ്പുണ്ട്. ഇവിടെയായിട്ടാണ് നമ്മൾ ബ്രീഡർ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ചെസ്റ്റിൽ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഈ ബ്രീഡർ ഉണ്ടാക്കാൻ എടുക്കുന്നത്. എന്തായാലും ഇപ്രാവശ്യം ഇച്ചിരി എക്സ്പെൻസീവ് ബ്ലോക്കാണ് യൂസ് ചെയ്യുന്നത്. സ്റ്റോൺ ബ്രിക്സ് അത്ര എക്സ്പെൻസീവ് അല്ല. കോബിൾ സ്റ്റോൺ മൈൻ ചെയ്തിട്ട് സ്മെൽറ്റ് ചെയ്ത് സ്റ്റോൺ ആക്കിയാൽ മതി. പക്ഷേ അതിന് നല്ല സമയമെടുത്തു. പിന്നെ നമ്മൾ ആ വില്ലേജിൽ തന്നെ ക്യാരറ്റ് ഉണ്ടായിരുന്നതുകൊണ്ട് നമ്മൾ ക്യാരറ്റും അത്യാവശ്യത്തിന് കിട്ടി. എന്തായാലും സമയം കളയുന്നില്ല, നമുക്ക് ബ്രീഡർ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഉണ്ടാക്കാം. എന്തായാലും ഞാൻ ഒരു പിക്കാക്സും കൂടെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വീട്ടിലോട്ട് വരുന്നത്. അപ്പോൾ പിക്കാക്സ് ഇതിനകത്തുണ്ടോ അതോ ക്രാഫ്റ്റ് ചെയ്യണോ? പറഞ്ഞല്ലേ, ക്രാഫ്റ്റ് ചെയ്തേക്കാം. ഒരു സ്റ്റോൺ പിക്കാക്സും ക്രാഫ്റ്റ് ചെയ്ത്. ഓക്കെ, ഫസ്റ്റ് തന്നെ നമുക്ക് ഇത് എടുക്കണം. ഇത് ഫുള്ള് നമുക്ക് പൊട്ടിച്ചെടുത്തേക്കാം. എന്തായാലും കയ്യിൽ ഒതുങ്ങുന്ന സാധനങ്ങൾ തന്നെ. ക്രാഫ്റ്റിംഗ് ടേബിളും എടുത്തേക്കാം. നമ്മൾ എങ്ങനെ ഉണ്ടാക്കും? ഷവൽ. മെയിൻ സാധനം ഷവൽ എടുക്കാനും മറന്നുപോയി. സാരില്ല, ക്രാഫ്റ്റ് ചെയ്യാം. ഷവലും ക്രാഫ്റ്റ് ചെയ്തിട്ട് എന്തായാലും നമ്മുടെ ചാനൽ ഒഫീഷ്യലായി 60 സബ്സ്ക്രൈബർ ആയിട്ടുണ്ട്. അപ്പോൾ അതിനെല്ലാത്തിനും നന്ദിയുണ്ട്. 60 വലിയൊരു നമ്പറല്ല എങ്കിലും എനിക്കത് വലിയ കാര്യം തന്നെയാണ്. തുടക്കത്തിൽ ഇത്ര കിട്ടുകയെന്ന് പറഞ്ഞാലേ. ഇനി എന്തായാലും 100 ആവാൻ വെറും 40 പേരും കൂടെ ജോയിൻ ആയാൽ നമുക്ക് 100 എന്നൊരു ഗോളിലേക്ക് കടക്കാം. അപ്പോൾ എന്തായാലും അത് ഉടനെ നടക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇവിടെ ഉണ്ടാക്കിയാൽ പോരെ. ഫസ്റ്റ് ഫാം ലാൻഡ് ഉണ്ടാക്കണം. അതിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. ഫാം ലാൻഡ് ഏകദേശം ഇവിടെ ആയിട്ട് തന്നെ ഉണ്ടാക്കാം. നമുക്കിവിടെ ഒരു വെള്ളം ഒഴിക്കുക. ജസ്റ്റ് 1 2 3 4 1 2 3 4 1 2 3 4 ഇങ്ങനെ 4x4 ആണെന്ന് നോക്കുന്നത്. ഇഷ്ടമുള്ള അത്രയും നീട്ടാൻ 4 തന്നെ ധാരാളം. അതിൻ്റെ നല്ല എഫിഷ്യൻസിയിൽ തന്നെ വില്ലേജേഴ്സ് കിട്ടും. ഓക്കെ, ഫാം ലാൻഡ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ക്രോപ്സ് നടാം. അതിന് മുമ്പ് മതിൽ വെക്കണം. മതിൽ വെച്ചിട്ട് ക്രോപ്സ് നടുന്നതായിരിക്കും നല്ലത്. ഇവന്മാരൊരു ശല്യമാണ്. തട്ടിയേക്കാം. ഇവന്മാരെ തീർത്താൽ ഓക്കെ, ഇത്രയൊക്കെ മതി. അടുത്തോട്ട് വരുന്നവന്മാരെ തീർത്താൽ മതി. നമ്മളത്രയ്ക്കും ഇവിലാവുന്നില്ല. ഓക്കെ, ഇതിങ്ങനെ വെച്ചിട്ട് ഇനി ബാക്കി പണിയാം. ഓക്കെ, 1 2 3 ബ്ലോക്ക് ഹൈറ്റിലാണ് നമ്മളിത് വെക്കുന്നത്. ഞാനിത് കുറേ ചെയ്തിട്ടുള്ളതാണ്. എന്തായാലും മതിൽ ഫുള്ള് കെട്ടിയിട്ട് ഞാൻ നിങ്ങൾ അപ്ഡേറ്റ്. ഓക്കെ, ഇത് വെച്ച് തീർന്ന് ഇനി തന്നെ. ഓക്കെ, ഇത് വെച്ച് തീർന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്ത് എന്താ ചെയ്യുക? ഓക്കെ, ക്രോപ്സ് നടണം. ഞാൻ മറന്നുപോയി, കാരണം കുറച്ചായി ഇത് ഉണ്ടാക്കിയിട്ട്. കുറേ തവണ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും കുറച്ച് നാളായി. അതിൻ്റെ ഒരു ഇതുണ്ട്. ഇവിടെ നിന്നൊരു 2 ബ്ലോക്ക് മുറിച്ച് മാറ്റാം വില്ലേജേഴ്സിനെ കൊണ്ടുവരാൻ. എന്നിട്ട് ഇവിടെ ക്രോപ്സ് കുറച്ച് ക്യാരറ്റ് നടാം. ഇപ്പോൾ ബ്രീഡർ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് അറിയാത്തവർ ഈ വീഡിയോ ഫുള്ള് കാണുവാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഉണ്ടാക്കാം. പിന്നെ ഇത് ബെഡ്റോക്ക് എഡിഷനാണ്, ജാവ എഡിഷൻ അല്ല. ജാവ എഡിഷനിൽ ഇതുപോലെ തന്നെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ബട്ട് ജാവയിൽ ചെറിയ വ്യത്യാസമുണ്ട്. കാരണം ജാവയിൽ 3 ബെഡ് ഉണ്ടെങ്കിൽ തന്നെ അൺലിമിറ്റഡ് വില്ലേജേഴ്സാണ്. പക്ഷേ ഇതിനകത്ത് 3 ബെഡിൽ കാര്യമില്ല. കാരണം എത്ര ബെഡാണോ കൂട്ടി കൊടുക്കുന്നത് അതിനനുസരിച്ച് ഞാൻ പറയാം വില്ലേജേഴ്സ് കിട്ടത്തുള്ളൂ. ഇവനിപ്പോൾ എവിടെ നിന്ന് വന്ന്? ഇവനിച്ചിരി ശല്യമാണല്ലോ. സാരില്ല, പിന്നെ വെളിയിലോട്ട് കൊണ്ടുപോകാം. ഇപ്പോൾ ഇവിടെ ഫുള്ളും നടണം. ഓക്കെ, നട്ട് കഴിഞ്ഞിട്ടുണ്ട്. വെളിയിലോട്ട് വാ. കഴിച്ചാ സ്ഥലം കാലിയായി. ഓക്കെ, ഇനി എന്നാ ചെയ്യണ്ടേ? ഇനി എൻ്റെ മണ്ടയിൽ കൂടെ സ്ലാബ് വെച്ചൊന്ന് കെട്ടിയേക്കാം. ഇല്ല, അത് മറന്നു പോകും. ക്രാഫ്റ്റ് ടേബിൾ അവിടെ.
ഓക്കെ, നമ്മൾ സ്ലാബും വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ വെച്ചിട്ടില്ല, നമ്മൾ അവസാനം വെക്കും. കാരണം എൻ്റെ മണ്ട കയറണമെങ്കിൽ ഇനി എന്തായാലും നമുക്ക് വില്ലേജേഴ്സെ കൊണ്ടുവരാമല്ലോ. അതിന് മുമ്പ് ഇവിടെ ഒരു റൂം കെട്ടണം, ബേബി വില്ലേജേഴ്സ് വന്ന് താഴോട്ട് വീഴുന്നത്. അതും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് വില്ലേജേഴ്സിനെ കൊണ്ടുവരാം. പിന്നെ നിങ്ങൾ വീടിനടുത്താണ് ബ്രീഡർ ഉണ്ടാക്കുന്നതെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. നിങ്ങളുടെ വീട്ടിനകത്തുള്ള ബെഡും കൂടെ വർക്ക് സ്റ്റേഷനും, അതായത് വില്ലേജേഴ്സിന് ജോലി എടുക്കാൻ പറ്റുന്ന വർക്ക് സ്റ്റേഷൻ, ക്രാഫ്റ്റിംഗ് ടേബിൾ, ഫർണസ് ഒഴിച്ച് ബാക്കി എല്ലാം വില്ലേജേഴ്സിന് ജോലി എടുക്കാൻ പറ്റുന്നതാണ്. ആൻവിലും ഒഴിച്ച് എല്ലാം വില്ലേജേഴ്സിന് ജോലി എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതെല്ലാം പൊട്ടിച്ചിട്ട് വേണം നിങ്ങൾ ഉണ്ടാക്കാൻ, ഇല്ലെങ്കിൽ ചിലപ്പോൾ ബ്രീഡർ ബ്രേക്ക് ആവാൻ സാധ്യതയുണ്ട്. സെയിം സംഭവം തന്നെയാണ് അയൺ ഫാമിൻ്റെ കാര്യത്തിലും. എന്തായാലും അയൺ ഫാം ബ്രീഡർ ഒരുമിച്ച് ഉണ്ടാക്കരുത്. അങ്ങനെ ഉണ്ടാക്കിയാൽ രണ്ടും വർക്കാവില്ല, ഏതെങ്കിലും ഒന്ന് ബ്രേക്ക് ആവും. ഇനിയിപ്പോൾ നമുക്ക് അത് കെട്ടാം. നമുക്ക് 3 ബെഡ് വെക്കണം. 2 എണ്ണം ഇവിടെ വരും, ഒരെണ്ണം ഇവിടെ, ഒരെണ്ണം ഇവിടെ, 4 ബെഡ് ഇരിക്കുന്ന രീതിയിലുണ്ടാക്കാം. അപ്പോൾ 1, 2 ബെഡ് ഇവിടെയായിട്ട് വരും. അപ്പോൾ അതായത് ഇങ്ങനെ 3, 4 അത് തന്നെ. ഓക്കെ, ഇങ്ങനെ വെച്ചാൽ മതി. എന്നിട്ട് തന്നെ ഹൈറ്റ് കൂട്ടി കൊടുക്കണം. ഓക്കെ, അത് സെറ്റായിട്ടുണ്ട്. ഇനി സ്ലാബ് ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ മണ്ട സ്ലാബും കൂടെ വെക്കാം. അതായിരിക്കും മിക്കവാറും നമ്മൾ നേരത്തെ 2 പേരെ ഉള്ള പോലെ തന്നെ 2 പേരെ കാണാൻ സാധ്യതയുള്ളൂ. ഓക്കെ, ഇതിനകത്തൊരു ഹോൾ ഉണ്ടാക്കണം വില്ലേജേഴ്സിനെ കൊണ്ടുവരണമെങ്കിൽ. അമ്മമാരെ കൊണ്ട് അടച്ചിട്ട് വേണം ബാക്കി പരിപാടി ചെയ്യാൻ. അല്ല, ഇതിനകത്ത് വേണ്ട, ഇത് അടച്ച് പൂട്ടിയേക്കാം നമുക്ക്. എന്നിട്ട് അപ്പുറത്തെ സൈഡിൽ ഇടാം. കാരണം ഇത് അടച്ചു പൂട്ടാനും പറ്റില്ല, ഞാൻ എൻ്റെ മണ്ടത്തരം കാണിക്കുന്നത്. ഇവിടെ മറ്റേ സംഭവം ഉണ്ടാക്കണ്ടേ ബേബി വില്ലേജേഴ്സിന് വരാൻ. അപ്പോൾ തൽക്കാലം ഇത് അടച്ചു പൂട്ടിയാൽ. ഓക്കെ, ഇത് അടച്ചു പൂട്ടിയിട്ട് അവന്മാരെ ഇതിലെ വഴി കൊണ്ടുവരാം. ഇത് തന്നെയായിരിക്കും നല്ലത്. നമുക്ക് ഇതിലെ അവന്മാരെ കൊണ്ടുവരാം. അപ്പോൾ ഇതും തുറന്നിട്ടിട്ട് ഇനി ഇവിടെയാണ് പരിപാടി. അപ്പോൾ നമുക്കിനി അതിന് ഒരു ബക്കറ്റ് വെള്ളം വേണം. ഞാൻ പോയി വെള്ളം എടുത്തിട്ട് വരാം. ഇവിടെ ആയിട്ട് കുഴിക്കണം. 2 ബ്ലോക്ക് ഇങ്ങനെ കുഴിച്ച് ഒരു ബ്ലോക്കും കൂടെ താഴ്ത്തിയിട്ട് ചാടി ഇവിടെ ആയിട്ട് 2 ബ്ലോക്ക് വീതം ഇങ്ങനെ കുഴിക്കണം. എത്ര ദൂരം വേണം പോകണോ അത്രയും ദൂരം വരെ നമുക്കിങ്ങനെ കുഴിക്കാം. ഞാനിപ്പോൾ എന്തായാലും ഒരു 8 ബ്ലോക്ക് വരെയാണ് കുഴിക്കാൻ ഉദ്ദേശിക്കുന്നത്. 8 ആയോ? 8 കൂടുതലായി കാണും. എന്നിട്ട് ഇവിടെ എവിടെയെങ്കിലും വെള്ളം ഒഴിക്കണം, ഒരു ബക്കറ്റ്. അപ്പോൾ ഇതിങ്ങനെ ഒഴുകി ഒരു സ്ഥലത്ത് ഇവിടെ വന്ന് ലാൻഡാവും. ഇവിടെ വരുന്ന വില്ലേജേഴ്സ് ഇവിടെ നിൽക്കും. അതിന് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഒരു ടോർച്ച് ഇവിടെ വെക്കണം, മോബ് സ്പോൺ ആവാതിരിക്കാൻ. മാക്സിമം ഇവിടെ വന്നാണ് ആൾക്കാർ നിൽക്കുന്നത്. അത് നമുക്ക് പിന്നെ നോക്കാം. മുകളിലോട്ട് കുഴിക്കാം. ഷവലെടുത്ത് കൈ പിടിച്ച് മുകളിലോട്ട് കുഴിച്ചാൽ നമ്മൾ ഏകദേശം ഈ ഒരു ബ്ലോക്കിലായിട്ടായിരിക്കും എല്ലാ വില്ലേജേഴ്സും വന്ന് നിൽക്കാൻ പോകുന്നത്. ഇത് പിന്നെ നമ്മൾ വലിയ ഫാൻസി ബ്ലോക്കൊന്നും വെച്ചുണ്ടാക്കേണ്ട കാര്യമില്ല, ജസ്റ്റ് വില്ലേജേഴ്സ് വന്ന് നിൽക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഇവിടെ ആയിട്ട് നമ്മൾ മാർക്ക് ചെയ്യാൻ വേണ്ടി ഒരു ഗ്ലാസ് വെച്ചാൽ മതി. ഇവിടെ വില്ലേജേഴ്സിനെ കാണാനും പറ്റും, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇനി തിരിച്ചകത്തോട്ട് കയറണം. അകത്തോട്ട് കയറിയിട്ട് ട്രാപ്പ് ഡോർ കയ്യിലെടുത്ത് തൽക്കാലം ഇവിടെ ഒരു ബ്ലോക്ക് വെച്ച് ഇങ്ങോട്ട് വന്ന് പൊട്ടിച്ച് ട്രാപ്പ് ഡോർ ഇങ്ങോട്ട്. ബ്ലോക്ക് മാറിപ്പോയി. 2 സ്ലാബല്ലേ, കുഴപ്പമില്ല. ട്രാപ്പ് ഡോർ ഇങ്ങനെ വെച്ച് 2 തുറന്നിടണം. ശേഷം ഇവിടെ 2 ബ്ലോക്ക് പൊട്ടിക്കണം. കാരണം ഇവിടെ ഇങ്ങനെ ഡർട്ടാക്കി വെക്കണം, എങ്കിൽ മാത്രമേ ബേബി വില്ലേജേഴ്സ് നടന്ന് വരത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്ര സെറ്റായിട്ടുണ്ട്. ഇനി എന്നാ ചെയ്യണ്ടേ? ബേബി വില്ലേജേഴ്സ് കറക്റ്റായിട്ട് അവിടെ വരും. ഇനി ബെഡ് വെക്കണം. അതിനു മുമ്പ് വില്ലേജേഴ്സിനെ കൊണ്ടുവരാം. എന്തായാലും അവന്മാർ ഇങ്ങോട്ട് നടന്നു പോകാതിരിക്കാൻ ഒരു 2 സ്ലാബ് ഇങ്ങനെ വെച്ചാൽ മതി. പിന്നെ അവന്മാർക്ക് പോകാൻ പറ്റില്ല, ബേബി വില്ലേജേഴ്സിന് മാത്രമേ പോകാൻ പറ്റുള്ളൂ. അല്ലല്ല, ഒരു ബ്ലോക്കും കൂടെ കയറ്റി വെക്കണം. ഒരു ബ്ലോക്കും കൂടെ കയറ്റി വെച്ചാലേ കാര്യമുള്ളൂ. ഓക്കെ, ഇങ്ങനെ വെക്കണം. അപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്ക് നടന്നു പോകാൻ രീതിയിൽ സെറ്റായിട്ടുണ്ട്. കോഴി ഇതിനകത്ത് കയറാതെ നോക്കാം. ഇനി അവന്മാരെ കൊണ്ടുവരാമല്ലോ. ഓക്കെ, ഇനി അവന്മാരെ കൊണ്ടുവരാം. ഞാൻ പോയി ഇനി അവന്മാരെ ഇങ്ങോട്ട് വലിച്ച് കൊണ്ടുവരണം. അത് ഇച്ചിരി ടാസ്ക് ആയിരിക്കും.
പിന്നെ ഈ കുഴി നിങ്ങൾ കാണുന്ന അത് മൈൻഡ് ആക്കണ്ട, നമ്മൾ ഇവിടുന്ന് സ്റ്റോൺ മുറിച്ച് മാറ്റിയതിൻ്റെയാണ് ഇത്രയും വലിയ കുഴി. എന്തായാലും ഈ കുഴി എന്തായാലും ഫ്യൂച്ചറിൽ എടുക്കാനുള്ളതാണ്. ഇവിടെ ഒരു ഐലൻഡ് പോലെ സെറ്റാക്കുമ്പോൾ ഇപ്പോൾ എന്തായാലും അന്നേരം നോക്കാം. 2 തവണ ചാടേണ്ടി വന്ന്. സാറില്ല, ഞാൻ അവന്മാരെ തുറന്ന് വിട്ടിട്ട് അത് ഫിക്സ് ആക്കിക്കോളാം. ഇനി അൺലീഷ് ചെയ്തിട്ട് ഇതൊന്ന് അടയ്ക്കണം. ഇതൊന്ന് അടച്ച് കൂട്ടി എല്ലായിടും സീലാന്ന് ഉറപ്പ് വരുത്തിയിട്ട്, ഹാഫ് ബ്ലോക്ക് ആയതിനാൽ വെള്ളം ബ്ലോക്ക് ആവത്തില്ല, വെള്ളം അവിടെ നിൽക്കുകയും ചെയ്യും. നമുക്ക് കമ്പോസ്റ്റർ ഈസി ആയിട്ട് ഇതിൻ്റെ മണ്ട ഇങ്ങനെ വെക്കാം. ഓക്കെ, റെഡിയായെന്ന് വിശ്വസിക്കുന്നു. ഇനി ഇവന്മാരെ തുറന്നു വിടാലോ. പ്രശ്നമൊന്നും കാണരുത്, ഇടി കൊള്ളരുത്. ഓക്കെ, ഇവന്മാർ മര്യാദയ്ക്ക് തന്നെ ഇറങ്ങിയിട്ടുണ്ട്. നീ ഇവിടെ ഹോ ചെയ്ത മതിയാവും. ബെഡ് വെക്കണം. ബെഡ് വെക്കാതെ ഇവന്മാർ പണിയെടുക്കില്ല. അപ്പോൾ ഫസ്റ്റ് ബെഡ് ഇവിടെ, സെക്കൻഡ് ബെഡ് ഇവിടെ. ഇറക്കി വെക്കണം. ബെഡ് ഇറക്കി വെച്ചില്ലേ ശരിയാവില്ല. അപ്പോൾ ഫസ്റ്റ് ബെഡ് ഇവിടെ, സെക്കൻഡ് ബെഡ് ഇവിടെ, തേർഡ് ബെഡ് ഇവിടെ. അപ്പോൾ ഇതിലും പാർട്ടിക്കിൾ വരുവാണെങ്കിൽ നമ്മൾ വിജയിച്ചു എന്നാണ് അർത്ഥം. ഇതിൽ വന്നില്ലെങ്കിൽ പ്രശ്നമാകും. അത് ഇപ്പോൾ വരില്ലായിരിക്കും, കുറച്ചെടുക്കുമായിരിക്കും സമയം. പൊട്ടിച്ച് വെച്ച് നോക്കിയാലോ. ഇങ്ങോട്ട് വെക്കാം. ഇങ്ങോട്ട് വെച്ചാൽ ലിങ്ക് ആവുമോ? അത് ചിലപ്പോൾ സമയം എടുക്കുമായിരിക്കും. അത് അവന്മാർക്ക് ഫുഡ് കൊടുക്കുന്നതനുസരിച്ച്. ഇനി അവന്മാർക്ക് 1/2 സ്റ്റാക്ക് വീതം ഫുഡ് എറിഞ്ഞു കൊടുക്കണം. ഒരുത്തന് കിട്ടി. ഓക്കെ, അതിന് അവന്മാർ ഷെയർ ചെയ്തോളും. ഇനി മിച്ചമുള്ള ഈ ക്യാരറ്റ് അവന്മാർക്ക് എറിഞ്ഞു കൊടുത്തിട്ട് ഇത് രണ്ടും അടയ്ക്കാം. ഇനി അവന്മാർ ബ്രീഡ് ആവേണ്ടതാണ്. ലൈറ്റ് വെച്ചില്ല, അത് നമുക്ക് പിന്നെ വെക്കാം. അവന്മാർക്ക് എറിഞ്ഞു കൊടുക്കുന്ന കാണാൻ ഒരു വെളിയിലോട്ട് പോയിട്ട് പെട്ടെന്ന് അടയ്ക്കണം. ഇനി ബെഡ് കൂട്ടി കൊടുത്താൽ മതി. ഇനി അവന്മാർ ബ്രീഡ് ആവുന്നുണ്ടോ എന്ന് അറിഞ്ഞിട്ട് വേണം ബെഡ് കൂട്ടി കൊടുക്കാൻ. അല്ലാതെ കൊടുത്തിട്ട് കാര്യമില്ല. ഇവിടെ 2 ബ്ലോക്ക് ഡർട്ട് വെച്ചിട്ട് ബ്രീഡായി. യെസ്, ഇത് വർക്കിംഗ് ആണ്. സമാധാനമായി. അത് കണ്ടാൽ മതിയായിരുന്നു. ഇനി ഉറങ്ങണം. ഇവിടെ ബെഡ് വെച്ച് ഉറങ്ങാൻ പറ്റും. വെച്ചിട്ട് ദൂരെ പോയിട്ട് ഉറങ്ങാം. ഓക്കെ, നമ്മൾ ടണ്ടർ സ്ട്രോം അങ്ങനെ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി ടണ്ടർ സ്ട്രോമിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഓർത്തെ, ഇനി ഒരു ലൈറ്റ്നിങ് റോഡ് ഏകദേശം ഇവിടെ ആയിട്ടൊന്ന് വെച്ച് കൊടുക്കണം. ഓക്കെ, ഇനി ഇടി മഴ വല്ലതും പെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കൊള്ളത്തുള്ളൂ, അവിടെ കൊള്ളത്തില്ല. അപ്പോൾ അവൻ താഴോട്ട് വന്നു. അവൻ താഴോട്ട് വന്ന്. ഇനി ബെഡ് കൂട്ടി കൊടുത്താൽ മതി. അത് നമുക്ക് ചെയ്യാം. അതിന് മുമ്പ് അകത്ത് ടോർച്ച് വെക്കണം. അകത്ത് ടോർച്ച് വെച്ചില്ല നല്ല പ്രശ്നമാകും. ഇപ്പം ഞാൻ ചാടി മണ്ട കയറി. ഒരു ടോർച്ച് ഇവിടെ, ഒരെണ്ണം ഇവിടെ ഇട്ട്, ഒരെണ്ണം ഇവിടെ. ഓക്കെ, ഇപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ വില്ലേജർ ബ്രീഡർ സക്സസ്ഫുള്ളി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പ്രാവശ്യം കൂടെ വില്ലേജർ വരുമെന്ന് ടെസ്റ്റ് ചെയ്യാം. ഞാൻ പോയി 2 ബെഡ് ക്രാഫ്റ്റ് ചെയ്തിട്ട് ഇപ്പോൾ വരാം. ഓക്കെ, നമ്മൾ ബെഡ് ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ കൊണ്ട് പ്ലേസ് ചെയ്യാം. ഇത് ലിങ്ക് ആവുമോ അവന്മാർ? അതോ ഇനിയും ബ്രെഡ് കൊടുക്കണോ? ഒന്ന് കാണുമായിരുന്നെങ്കിൽ ഉറപ്പിക്കായിരുന്നു ഇനിയും വില്ലേജേഴ്സ് വരുമെന്ന്. ലിങ്കായി. യെസ്, അപ്പോൾ സക്സസ്ഫുള്ളി വില്ലേജർ ബ്രീഡർ വർക്കാവുന്നുണ്ടെന്ന് ഉറപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഒരു എപ്പിസോഡ് നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. സമാധാനമായി. എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു ഇത് വർക്കാവില്ല എന്ന്. എന്തായാലും വർക്കായി, സമാധാനം.
ഇനി നമുക്ക് കൂടുതൽ ബെഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിറഞ്ഞു കഴിയുമ്പോൾ ഇങ്ങോട്ടേക്കും ഇതേപോലത്തെ ഒരു സെറ്റപ്പ് വെച്ചിട്ട് ബെഡ് വെക്കും. അപ്പുറത്തും അതുപോലെ തന്നെ ചെയ്യും. എന്നിട്ട് മാക്സിമം ഒരു 30 വില്ലേജേഴ്സെങ്കിലും നമുക്ക് വേണം. അയൺ ഫാമിന് ഒരു 20 വില്ലേജേഴ്സ്, ട്രേഡിംഗ് ഹാളിന് ഒരു 10, അങ്ങനത്തെ ഒരു കണക്കിലാണ് നമ്മൾ ഈ വില്ലേജർ ബ്രീഡർ ഉണ്ടാക്കിയിരിക്കുന്നത്. എന്തായാലും ഇനി ഒന്നും ചെയ്യാൻ ബാക്കിയില്ലെന്ന്. അതെ ഇനി ഒന്നും ചെയ്യാൻ ബാക്കിയില്ല. അവനിവിടെ വന്നോ? ഇല്ല, ഇതുവരെ വന്നില്ല. പയ്യെ താഴോട്ട് വന്നോളൂ. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. അടുത്തൊരു മൈൻക്രാഫ്റ്റിൻ്റെ വീഡിയോ, ഏതെങ്കിലും ഗ്രാനിയുടെ എന്തെങ്കിലും മൾട്ടിപ്ലെയർ വീഡിയോ ഇതിലായിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.